മലപ്പുറം ജില്ലയിലിതാ ഇപ്പോൾ ഇവിടെ സംഭവം സ്റ്റാർട്ടായി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ തിരൂർ മലപ്പുറം ജില്ലയിൽ ഫസ്റ്റായിട്ട് ഈ ഒരു സംരംഭം സ്റ്റാർട്ടായിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു സംഗതിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ഹായ് എവരിവൺ, ഏഞ്ചൽസ് പ്ലാനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കയാക്കിംഗ് ഇഷ്ടപ്പെടുന്നവരാണോ? എങ്കിലിതാ വണ്ടി കയറിക്കോളൂ കേട്ടോ. തിരൂരിൽ തന്നെ ഏറ്റവും ടൂറിസത്തിൽ ഏറ്റവും ഒരു സ്ഥാനം പിടിച്ചിട്ടുള്ള നമ്മളെ കൂട്ടായി കടവ് റിസോർട്ടിൻ്റെ തൊട്ടടുത്താണ് ഈ കയാക്കിംഗ് എന്ന സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് പ്രചാരണം നേടിയ ഈ ഒരു കയാക്കിംഗ് നമ്മളെ നാട്ടിൽ മലപ്പുറം ജില്ലയിലാണെങ്കിൽ തിരൂർ മാത്രമേ ഉള്ളൂ. കോഴിക്കോടൊക്കെ വേറെ ഉണ്ട്, പക്ഷേ നമ്മളെ മലപ്പുറം ജില്ലയിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മളെ തിരൂരാണ്. അപ്പോൾ ഈ ഒരു കയാക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ തിരൂരിലേക്ക് പോന്നോളൂ. ഇവിടെ മനോഹരമായിട്ട് തിരൂർ പുഴയിൽ നിങ്ങൾക്ക് ഈ ഒരു കയാക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും നമ്മളിതാ നേരെ ഈ ഒരു കയാക്കിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും അതൊക്കെ എങ്ങനെയാണ്, ഇവിടെയുള്ള വൈബ് എങ്ങനെയാണെന്നൊക്കെ ആസ്വദിക്കാൻ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. സെറ്റല്ല വാ സെറ്റ്. നമ്മൾ ഈ കയാക്കിംഗ് എന്നുള്ളത് കേരളത്തിൽ അത്ര തന്നെ സുപരിചിതമായി വന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഫേമസ് ആയ ഒരു സംഗതിയാണ് കയാക്കിംഗ് എന്നുള്ളത്. നമ്മൾ വേൾഡ് വൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇതിനു വേണ്ടിയുള്ള മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സംഭവം ചെയ്യാൻ അത്ര വലിയ ഇതൊന്നുമില്ല. കാരണം നമ്മൾ ഇതൊരു ചെറുവട്ടം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒരുപാട് കാഴ്ചകളും കാര്യമൊക്കെ ആസ്വദിച്ച് അത്രയും സേഫായിട്ടുള്ള ഒരു യാത്രയാണ് ഈ കയാക്കിങ്ങിലുള്ളത്. കേരളത്തിൽ അത്ര തന്നെ ഇത് സുപരിചിതമായിട്ടില്ല. പക്ഷേ നമ്മളെ മലപ്പുറം ജില്ലയിലിതാ ഇപ്പോൾ ഇവിടെ സംഭവം സ്റ്റാർട്ടായി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ തിരൂർ മലപ്പുറം ജില്ലയിൽ ഫസ്റ്റായിട്ട് ഈ ഒരു സംരംഭം സ്റ്റാർട്ടായിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു സംഗതിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ എന്തായാലും വരണം കേട്ടോ. കാരണം ഈ ഒരു കാഴ്ചകളൊക്കെ ആസ്വദിക്കുക എന്നുള്ളത് വേറെ എക്സ്പീരിയൻസ് ആണ്. നമ്മളങ്ങനെ ആരും എക്സ്പീരിയൻസ് ചെയ്യാത്ത അനുഭവിക്കാത്ത ഒരു കാഴ്ചകളും അതുപോലുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. എന്തായാലും നമുക്കിനിയും ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് നേരം അടിച്ചു കളിക്കാം. ഓക്കെ, നമ്മൾ ലൈഫിൽ ഇന്നേ വരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യമാണ് ഈ കയാക്കിംഗ് എന്നുള്ളത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ അങ്ങനെ എവിടെയും ഇല്ല, നമ്മളെ അറിവിൽ എവിടെയില്ല. ഇപ്പം നമ്മൾ ഈ ഒരു ഇവിടെ നമ്മളെ കൂട്ടായി റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി വന്നതാണ്. എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മളെ കൂടെ തന്നെ ഫുവാദുണ്ട്. ഫുവാദേ എങ്ങനെയുണ്ട് അനുഭവം? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കാരണം നമ്മളൊക്കെ ഇത് ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിതിങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ അത്ര വലിയ റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല. ഈ ഒരു സാധനം ഉണ്ട്, ഇത് തുഴയുന്ന ഈ ഒരു ഇതിൻ്റെ എല്ലാ കൺട്രോളിങ് ഉള്ളത്. അത്ര പെട്ടെന്ന് മറിയൊന്നുമില്ല. പക്ഷെ നമ്മൾ ബോഡി ബാലൻസും കാര്യങ്ങളും ചെയ്തിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇതിലെല്ലാം കൺട്രോൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരു സാധനം നമ്മൾ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കയാക്കിങ്ങിന് ഇതിനെ ബാലൻസ് ചെയ്യുന്ന സാധനം എന്നുള്ള ഈ തുഴയുന്ന ഇതിൻ്റെ പേരാണ് ഓറ്. ഈ ഒരു സംരംഭമാണ്, ഈ ഒരു സാധനമാണ്. ഇതായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബാലൻസും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. കാരണം ഇത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പേടിക്കണ്ട ഈ ഒരു ഇത് തുഴയാനും ഇതിലൊക്കെ. നമ്മൾ ഏത് ഭാഗത്താണെന്നുണ്ടെങ്കിലും കാരണം ഇത് നേരല്ല, ഇത് ഈ ഒരു പരന്ന സ്ഥലം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തുഴഞ്ഞിട്ട് പിന്നെ കൈ ഇങ്ങനെ വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനും നല്ല സേഫായിട്ട് തന്നെ തുഴയാനൊക്കെ പറ്റിയ, നല്ല അനുഭവിക്കാൻ പറ്റിയ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സംരംഭമാണ് കയാക്കിംഗ് എന്നുള്ളത്. എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. കാരണം അതിൻ്റെ ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്. നമ്മളിപ്പോൾ ഈ കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു പുഴയായിട്ടുള്ള നമ്മളെ കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 44 നദികളിൽപ്പെട്ട ഒരു നദിയായിട്ടുള്ള തിരൂർ പുഴയിലാണ്.
തിരൂർ പുഴയിലും അതുപോലെ തന്നെ നമ്മളെ മലപ്പുറം ജില്ലയിലും കയാക്കിംഗ് എന്നുള്ള സംഭവം ആദ്യമായിട്ട് തുടങ്ങുന്നത് തന്നെ നമ്മളെ നാട്ടിലെ തിരൂർ പുഴയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും നമുക്കുണ്ട്. കാരണം നമ്മളെ നാട്ടിലാണ് മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ഏറ്റവും കൂടുതൽ ഈ ഒരു സന്തോഷം നമുക്കുള്ളത്. ആ ഒരു എക്സ്പീരിയൻസ് ആസ്വദിക്കാനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസ് അടിപൊളിയാണ്, പൊളിയാണ്. അതെ വാ വാ വാ. നമ്മൾ ഈ ഒരു യാത്രയിൽ നമ്മൾ ഈ കയാക്കിങ്ങിൻ്റെ അനുഭവം മാത്രമല്ല കിട്ടുന്നത്. കാരണം ഈ ഒരു തിരൂർ പുഴയുടെ ഭംഗി എന്നുള്ളത് ഒരുപാട് പച്ചപ്പും ഒരുപാട് കാഴ്ചകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു നാട്ടിൻ പ്രദേശത്ത് കൂടെയാണ് ഈ ഒരു തിരൂർ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ ഭംഗിയും കൂടി ആസ്വദിക്കാൻ പറ്റിയ രൂപത്തിലാണ് നമുക്ക് ഈ ഒരു കയാക്കിങ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. വരിക, ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. അങ്ങനെ നമ്മൾ മനോഹരമായ കയാക്കിങ് എക്സ്പീരിയൻസ് ചെയ്തതാ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു തിരൂർ പുഴയിലോട്ടുള്ള ഈ ഒരു കയാക്കിങ് എന്നുള്ളത്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്, ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ കയാക്കിങ് ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ വരിക, ആസ്വദിക്കുക തിരൂർ പുഴ ഒരു ഭംഗിയും ഇവിടെ കയാക്കിങ്ങിൻ്റെ ഈ അനുഭവം എക്സ്പീരിയൻസ് ചെയ്യുക. അടിപൊളി ഒന്നും കൂടി സ്പോട്ട് പറയുകയാണ് തിരൂർ, നമ്മളെ കൂട്ടായി കടവിൽ തന്നെ ഇവിടെ അടുത്തൊരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ റിസോർട്ടും ആസ്വദിക്കുക, ഇവിടെ വന്ന് ഒരു ദിവസം നിൽക്കാനൊക്കെ പറ്റിയുള്ള അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ്, അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്തത്. അപ്പം അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അത് കാണാൻ ആസ്വദിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു കയാക്കിങ് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക. നേരെ വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ എന്തായാലും കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ അടിയിൽ ആഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും വിളിച്ചിട്ട് വരിക, ആസ്വദിക്കുക. അപ്പം ബൈ ബൈ.